ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്നത്തെ വീഡിയോ ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും വീട്ടിൽ ചെയ്യാൻ അതിനുള്ള സമയം ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ആദ്യം ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണ്, പൊതുവേ വീട്ടിൽ നമ്മളാണ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കിയ ഫുഡ് അവസാനം കുറേ ബാക്കി ഉണ്ടായിരിക്കും. ഇത് തീർക്കാനായിട്ട് ഇത് മൊത്തം കഴിക്കും. അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും, ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇത് കൂടെ കഴിച്ചുകൂടെ, ഇത്രയും കൂടെ കഴിച്ചാൽ ആ പാത്രം കഴിക്കൂടെ, ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രിഡ്ജ് എന്ന് പറയുന്നത് തന്നെ പലർക്കും അത് കാണുമ്പോൾ തന്നെ അലർജിയാണ്. ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് കഴിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിന് നോ പറയുക. നോ, ഇത് ഞാൻ കഴിക്കുന്നില്ല, ഈ ബാക്കി വരുന്ന ഫുഡ് തീർക്കാനായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആൾക്കാർക്ക് കഴിക്കാം. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ ഈ ബാക്കിയുള്ള ഫുഡ് എടുത്ത് കളയണം എന്നാണോ പറയുന്നതെന്ന് വെച്ചാൽ അല്ല. ബാക്കിയുള്ള ഫുഡ് പല രീതിക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ആ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് വെള്ളം കണ്ടിട്ടില്ലാത്തൊരു ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ കണ്ടു, ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് കഴിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, പക്ഷേ കഴിച്ചിട്ട് എൻ്റെ വയറ് കേടായി എന്ന് പറയരുത്. നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുള്ളൊരു ഫ്രിഡ്ജിൽ, നല്ല രീതിക്ക് സർവീസ് ചെയ്തിട്ടുള്ളൊരു ഫ്രിഡ്ജിൽ ഫുഡ് വെച്ചാൽ സാമാന്യം നമുക്ക് 1-2 ദിവസമൊക്കെ നല്ല രീതിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു കുഴപ്പവും അതിന് വരത്തില്ല. അതുമല്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ ഓരോരുത്തർക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഉണ്ടാക്കുക. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. കാര്യം നമ്മളൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് 2 പേർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന രീതിക്ക് സാമ്പാർ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്നത്? അത് പറ്റത്തില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഫ്രിഡ്ജിനെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അതും അല്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, അതൊക്കെ ഉള്ളൂ ഒരു മാർഗം. ഇനി ഇതിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ബാക്കിയും നമ്മൾ തന്നെ കഴിക്കണമെന്ന് പറയും. കുട്ടികൾക്ക് മതിയായി എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എത്രയാണോ കഴിക്കുന്നത് അത് മാത്രം എടുത്തിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ഒന്നും ആകത്തില്ല. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കരമായിട്ട് വിശന്ന് അറ്റം പറ്റി തലവേദന എടുക്കുന്നവരെയും വെയിറ്റ് ചെയ്തിരിക്കാണ്ട് മുന്നേ തന്നെ കഴിക്കുക. വിശന്ന് തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും കഴിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിശപ്പ് വരുമ്പോൾ വലിച്ചു വാരി കഴിക്കണമെന്നുള്ള ആ ഒരു തോന്നലങ്ങ് മാറിക്കിട്ടും. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോളെ ഉറക്കുമായിരിക്കും, അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും പണിയിലായിരിക്കും, അതും അല്ലെങ്കിൽ ഹസ്ബൻഡിന് 12 മണിക്ക് ജോലി തുടങ്ങും, അതിന് മുമ്പ് എൻ്റെ ജോലിയൊക്കെ തീർക്കണം, ആ ഒരു ഓട്ടത്തിലായിരിക്കും ഞാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് വിശക്കുകയാണെങ്കിൽ എനിക്ക് അപ്പോൾ കഴിക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 കാഷ്യൂ എടുത്തിട്ട് കഴിക്കും, അല്ലെങ്കിൽ 2 ആൽമണ്ട് എടുത്തിട്ട് കഴിക്കും, ഒരു ഡേറ്റ്സ് എടുത്തിട്ട് കഴിക്കും. സോ ഇങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങ് വിശപ്പ് സപ്രസ് ആകും. സോ അങ്ങനെ നിർത്തിയിട്ട് പിന്നെ സമയം കിട്ടുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് കഴിക്കാം. അതല്ലാണ്ട് ഇങ്ങനെ ഒന്നും കഴിക്കാണ്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വലിച്ചു വാരി കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ആകാതിരുന്ന് സങ്കടപ്പെടുന്നതിനേക്കാളും ഭേദം ഈ ഒരു ഐഡിയയാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ കണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആദ്യം നമ്മളെ കളിയാക്കും, പിന്നെ നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്ത് നോക്കും. ഇത് കഴിക്കുന്നോ, ഞങ്ങൾ ഇന്ന് ഒരു ദിവസത്തേക്ക് നിനക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന കണ്ടോ, നീ കഴിക്കാണ്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കും. അത് പറയുന്നത് ഒരു അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ഹെൽത്തി ആകുന്നതിലോ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിലോ അവർക്ക് വലിയ താല്പര്യമില്ല. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യുന്നത്. നീ ഇന്ന് ഡയറ്റിലാണോ എന്ന് ആദ്യം തന്നെ ചോദിക്കും. ഞാൻ ഡയറ്റിലാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ആഗ്രഹം മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ഫുഡ് കഴിക്കും. അപ്പം പുള്ളിക്കാരനൊരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ അന്ന് ഡയറ്റിലാണെന്നുണ്ടെങ്കിൽ ഇല്ല, ഞാനും ഇന്ന് കഴിക്കുന്നില്ല, വേറെ റോസാകാം, അങ്ങനെ വിചാരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആകണമെന്ന് നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളുടെ മെൻറ്റാലിറ്റി. ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കഴിക്കുന്നില്ലേ, ഞങ്ങൾ കഴിക്കുന്ന കണ്ടോ എന്നൊക്കെ എൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി മുമ്പോട്ട് തന്നെ കൊണ്ടുപോകുക. ഒരു പോയിന്റിലെത്തി നമ്മൾ വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ആൾക്കാർ തന്നെ നമ്മളോട് വന്നിട്ട് ചോദിക്കും, എന്ത് ചെയ്തിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്തത്, എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വർക്കൗട്ടും ചെയ്യാതെയാണോ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ അതിന് വേണ്ടിയിട്ടൊരു എക്സസൈസ് ചെയ്യുകയോ ഒരു 5 മിനിറ്റ് പോലും ഞാൻ അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മാക്സിമം കാലറി നമുക്ക് ബേൺ ചെയ്യാൻ പറ്റുന്ന വീട്ടുജോലികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ തന്നെ ചെയ്യും. വീട് ഇവിടെ വളരെ ചെറിയൊരു സ്പേസേ ഉള്ളൂ എങ്കിലും ഞാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ച് തുടപ്പിക്കാറില്ല, ഞാൻ തന്നെയാണ് തുടയ്ക്കുന്നത്. അതിൻ്റെ കാര്യം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് തുടച്ചു തന്നാൽ എനിക്ക് സഹായമാകും, പക്ഷേ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ മോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു 50 മുതൽ 100 കാലറി എങ്കിലും ബേൺ ആവും. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ഹെൽത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, വീട്ടുജോലി ചെയ്തിട്ട്
വണ്ണം കുറയ്ക്കണമെന്നാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും ഒരു ഐഡിയ നമ്മളുടെ തലയിൽ തന്നെ കത്തും. ഓരോരുത്തർക്കും ഓരോന്നാണ് വർക്കൗട്ട് ആകുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയെങ്കിലും കാലറി ബേൺ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഈ കസേരയുടെ അടിയിലൊക്കെ കുനിഞ്ഞൊക്കെ ഞാൻ നല്ല രീതിക്ക് തുടയ്ക്കും. അതിൻ്റെ ഉദ്ദേശം അവിടെ വൃത്തിയാകണം എന്നുള്ളതല്ല, അതിനേക്കാളും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ള ഫുഡിൻ്റെയൊക്കെ കാലറി ബേൺ ആകണം എന്നുള്ളതായിരിക്കും. സോ അങ്ങനെ ശ്രമിച്ചു നോക്കുക. കുറേയൊക്കെ നമ്മളുടെ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ ഇനി സ്ത്രീകൾക്ക് മെയിനായിട്ട് ഈ ഡയറ്റിങ് കയ്യിൽ നിന്ന് പോകുന്നൊരു പീരീഡ് എന്ന് പറയുന്നത് ക്രേവിങ് വരുന്ന സമയത്താണ്. പീരീഡ്സിൻ്റെ ക്രേവിങ് വരുന്ന സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെല്ലാം മറന്നു പോകും. അതുവരെ ഇട്ട എഫേർട്ടൊക്കെ മറക്കും. നമുക്ക് എന്തെങ്കിലും മധുരം കിട്ടണം എന്നുള്ളൊരു ഭയങ്കര ഒരു ക്രേവിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് എരിവ് കിട്ടണം എന്നുള്ള ക്രേവിങ് ആയിരിക്കും. സോ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യം ആദ്യം പറയാം. എനിക്ക് മധുരത്തോടായിരിക്കും ഭയങ്കര ക്രേവിങ്. അപ്പോൾ ഞാൻ പൊതുവേ ചെയ്യുന്നത്, ഞാൻ ഡേറ്റ്സ് ആ സമയത്ത് കഴിക്കും, ഹണി കഴിക്കും. പ്യുവറായിട്ടുള്ള ഹണിയാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഹണി കഴിക്കും, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കും. ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഷുഗർ കണ്ടൻറ്റ് 10% കുറവായിരിക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് കഴിക്കും. നല്ല രീതിക്ക് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും. എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഏറ്റവും മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ നോക്കിയിട്ട് കഴിക്കും. അപ്പോൾ എനിക്ക് ആ ക്രേവിങ്ങും കുറയുമെങ്കിൽ ഞാൻ കഴിച്ചിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല, ഞാൻ ഷുഗർ കഴിച്ചിട്ടില്ല, എനിക്കൊരു മനസ്സിനൊരു ഗിൽറ്റി ഫീലിംഗ് തോന്നത്തുമില്ല, എങ്കിൽ എൻ്റെ ക്രേവിങ് ഒന്ന് സപ്രസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ എരിവിനോട് താല്പര്യമുള്ളവർക്ക് വീട്ടിൽ തന്നെ ചാട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, വറുത്തതും പൊരിച്ചതും അല്ലാതെ എന്ത് വേണേലും ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരു വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത് മിക്കവാറും സ്ത്രീകൾ തന്നെയായിരിക്കും അല്ലേ. അപ്പം നമ്മൾ തന്നെ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. എന്തൊക്കെ സാധനങ്ങളാണ് ഹെൽത്തി, എന്തൊക്കെയാണ് അൺഹെൽത്തി. വീട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇങ്ങനെ ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ ഒരുപാട് വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ കഴിക്കും, എല്ലാവരുടെ ആരോഗ്യവും മോശമാവും. അപ്പോൾ നമുക്ക് വളരെ ചൂസി ആയിട്ട് വേണം സാധനങ്ങൾ വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഇതല്ലാണ്ട് ആ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴത്തേക്ക് വേറെ എന്ത് നമ്മളെ അട്രാക്ട് ചെയ്താലും അത് എടുക്കില്ല എന്നുള്ള മനസ്ഥിതിയിൽ വേണം പോകാൻ. പറ്റുമെങ്കിൽ മുന്നേ കഴിച്ചിട്ട് വേണം സാധനം വാങ്ങാനായിട്ട് പോകാൻ. ഭയങ്കര വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയാൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ വാങ്ങും, പ്രത്യേകിച്ച് ഈ സ്നാക്ക് ഐറ്റംസ് വാങ്ങും. അപ്പോൾ വയറൊക്കെ നല്ലോണം നിറച്ചിട്ട് അങ്ങോട്ട് പോയാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. സ്ട്രെസ് ഉണ്ടാവുകയോ ക്രേവിങ്സ് ഉണ്ടാവുകയോ അതുപോലെ തന്നെ ഭയങ്കര വിശന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാണ്ടെങ്കിലും ഇതിൽ നിന്ന് 1-2 എടുത്ത് കഴിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഈ വീഡിയോ വർക്കൗട്ടിനെ കുറിച്ച് എക്സസൈസിനെ കുറിച്ച് ഒന്നും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ജിമ്മിൽ പോകാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടാറുണ്ട്. ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിലും എത്ര ബിസി ആണെങ്കിലും അവർക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമായിരിക്കും, എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, അവർക്ക് അതിനുള്ള സിറ്റുവേഷനും ഒത്തുവരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാർഡിയോയെക്കാളും കൂടുതൽ എപ്പോഴും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും നല്ലത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ ഒരു 30 വയസ്സിന് മുകളിൽ നമുക്ക് മസിൽ മാസ് കുറയും, മെറ്റബോളിസം കുറയും, നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. കാർഡിയോ നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കാർഡിയോയും വെയിറ്റ് കുറയാൻ നല്ലതാണ്. പക്ഷേ സ്ത്രീകൾക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ജിം ട്രെയിനറുടെ താഴെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.